മര്യാദക്കുള്ളൊരു ജോലിയിലാണ് പ്രവർത്തിക്കുന്നത്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അയാളെ പൊതുരീതികൾ, ജോലി, പിന്നെ വീട്, ഇത് മാത്രമാണ്. ഒരു പൊതുപ്രവർത്തന രംഗത്തും അയാളില്ല സാധാരണഗതിയിൽ. തെറ്റായൊരു കാര്യത്തിനും ഇതേവരെ അയാൾ പോയിട്ടുമില്ല. നല്ല രീതിയിൽ ജീവിച്ചു പോവുകയാണ്. ഒരു ദുഷ്പേരും എനിക്കുണ്ടാക്കിയിട്ടില്ല. മക്കൾ ദുഷ്പേരുണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെല്ലാം ശ്രദ്ധയിലുണ്ടാവുമല്ലോ. ഞാനതിൽ അഭിമാനിക്കുകയാണ്. നല്ല അഭിമാനം എനിക്കുണ്ട്. എൻ്റെ മക്കളാരും എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് നിരക്കാത്ത, എൻ്റെ ശീലങ്ങൾക്ക് നിരക്കാത്ത ഒരു പ്രവർത്തനവും നടത്തിയിട്ടില്ല. അതാണ് കാണേണ്ട കാര്യം. അതുകൊണ്ട് ഇതൊക്കെ ഉയർത്തിക്കാട്ടി ഏതെങ്കിലും തരത്തിൽ എന്നെ പ്രയാസപ്പെടുത്തി കളയാം എന്ന് തെറ്റിദ്ധരിക്കേണ്ടതായിട്ടില്ല. പിന്നെ എവിടെയാണ് ഈ പറയുന്ന ഏജൻസിയുടെ സമൻസോ എന്താണ് സമൻസ് കൊടുത്തത്? എവിടെയാണ് കൊടുത്തത്? ആരെ കയ്യിലാണ് കൊടുത്തത്? ആർക്കാണ് അയച്ചത്? എന്താണ് മലയാള മനോരമയും ഈ ഏജൻസിയും തമ്മിൽ ഇത്ര വലിയ ബന്ധം? എങ്ങനെയാണ് വളരെ വേഗം അവരുടെ കയ്യിലേക്ക് റിപ്പോർട്ട് വരുന്നത്? ആരെയും കയ്യിൽ ആ റിപ്പോർട്ട് കിട്ടിയിട്ടില്ലല്ലോ. റിപ്പോർട്ട് കിട്ടിയിട്ട് മറുപടി കൊടുക്കേണ്ട ഒരു കാര്യം വന്നിട്ടില്ലല്ലോ. ഉടനെ പ്രതിപക്ഷ നേതാവ് സതീശനടക്കമുള്ള ആളുകൾ അതുമായിട്ട് പ്രതികരണമായിട്ട് വരികയാണല്ലോ. എന്താ മുഖ്യമന്ത്രി എന്താ പ്രതികരിക്കേണ്ടത്? നിങ്ങളൊരു കടലാസ് അയച്ചു എന്ന് പറയുന്നത് ആ കടലാസ് ഇങ്ങോട്ട് താന്ന് ഞാൻ പറയണോ? ഏജൻസികളുടേതായ രീതികൾ സ്വീകരിക്കൂലേ സാധാരണഗതിയിലുണ്ടെങ്കിൽ? ഇവിടെ തെറ്റായൊരു ചിത്രം വരച്ചു കാട്ടാൻ നോക്കുകയാണ്. ആ ചിത്രം വരച്ചു കാട്ടുന്നത് ഇത്തരമൊരു ഉദ്ദേശത്തിലാണ്. എന്നെ മറ്റൊരു തരത്തിൽ കാണിക്കണം, സമൂഹത്തിൻ്റെ മുന്നിൽ കളങ്കിതനാക്കി ചിത്രീകരിക്കാൻ പറ്റുമെന്ന് നോക്കണം. അങ്ങനെ ചിത്രീകരിക്കാൻ നോക്കിയത് കൊണ്ട് മാത്രം കളങ്കിതനാകുമോ? നിങ്ങളെ ഇടയിലുള്ള ചിലർ, ഒരാൾ ഒരു തവണ എറണാകുളത്ത് നിന്ന് ഞാൻ ഫ്ലൈറ്റിൽ പോകാൻ വേണ്ടി എയർപോർട്ടിലേക്ക് വന്നിറങ്ങുകയാണ്. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ, മാധ്യമപ്രവർത്തകരിങ്ങനെ കൂട്ടം കൂടി നിന്നിട്ടുണ്ട്. PB യോഗത്തിന് പോവുകയാണ് ഞാൻ, വളരെ വർഷങ്ങൾക്ക് മുൻപാണ്. അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, ആളെ മറവിൽ നിന്നിട്ടാണ്. ആരാ ചോദിച്ചതെന്ന് എനിക്കറിയില്ല. തിരിച്ചു വരുമ്പം PB മെമ്പർ ആയിരിക്കുമോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്ന് കാണട്ടെ, ഒന്ന് ഇങ്ങോട്ട് നിന്നാട്ടെ. പക്ഷേ അയാൾ പിന്നെ വീണ്ടും ഉള്ളോട്ട് പോകുന്നതാണ് കണ്ടത്, ഇങ്ങോട്ട് നിന്നില്ല. എന്തെല്ലാം കണ്ടതാണ് ഞാൻ. നിങ്ങളെ ഏതെല്ലാം തരത്തിലുള്ള സ്നേഹവാത്സല്യങ്ങൾ അനുഭവിച്ച ഒരാളാണ് ഞാൻ. പക്ഷെ അന്നൊന്നും എനിക്കൊരു കൂസലുണ്ടായില്ലല്ലോ. എന്തുകൊണ്ടാണ് കൂസലില്ലാതിരുന്നത്? അതിതുകൊണ്ട് തന്നെയാണ്. എന്നെ ഇതൊന്നും വേശില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള ആരോപണങ്ങളെ അല്പം പരിഹാസത്തോടെ നേരിടുന്നതിന് എനിക്ക് കഴിഞ്ഞത്, ശാന്തമായി നേരിടാൻ കഴിഞ്ഞത്. എത്ര വർഷമായി ഈ രീതിയിൽ തുറന്നിട്ട്? ഇവിടെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഒരിക്കൽ എന്നോട് ചോദിക്കുകയുണ്ടായി, ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദ സംഭാഷണത്തിലാണ്, അല്ല നിങ്ങളെപ്പറ്റി ഇങ്ങനെ അഴിമതിയുടെ ഭാഗമായിട്ടൊക്കെ പറയുന്നുണ്ടല്ലോ, അഴിമതിൻ്റെ ഭാഗമായിട്ട് ആരെങ്കിലും വന്നാൽ നിങ്ങളുടെ സമീപനം എന്തായിരിക്കും? ഞാൻ പറഞ്ഞ ഒരാളെ അയച്ചു നോക്കുക, അദ്ദേഹം മനസ്സിലാവുമല്ലോ. ഒന്ന് അയച്ചു നോക്ക് നിങ്ങൾ ആരെങ്കിലും. ആരും വന്നാണ്ടില്ല. ഇതൊക്കെ ശരിയായ രീതിയിൽ നേരിടാൻ ഞങ്ങൾക്കറിയാം എങ്ങനെ നേരിടണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആവർത്തിച്ച് ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്, ഒരഴിമതിയും എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടാവില്ല, എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. അതുറപ്പിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.